വെൽക്കം ബാക്ക് ടു ദി എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ആണ് നിങ്ങളുടെ സ്വന്തം വർണ്ണ താമസ് ആണ്. യെസ്, അപ്പൊ മക്കളെ, നിങ്ങൾ ഈ ഒരു വീഡിയോനെ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലെ. എടാ, നമുക്ക് എത്രത്തോളം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ അറിയാതെ മാർക്ക് പോകുന്ന ചില കാര്യങ്ങളുണ്ട്. സോ ആ കാര്യങ്ങളെ കുറിച്ചും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു കുറച്ച് സമയം എനിക്ക് തന്നാൽ മതി, വേണമെങ്കിൽ 2x സ്പീഡിലിട്ട് വേണമെങ്കിൽ തന്നെ കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. യെസ്, അപ്പൊ എടാ, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. യെസ്, അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണെടാ, നമ്മള് എക്സാമിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, പേപ്പറിന്റെ നീറ്റ്നെസ് ആണ്. എങ്ങനെയാണ് മിസ്സേ പേപ്പർ നീറ്റ് ആക്കുന്ന കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. എടാ, പേപ്പർ നീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്, ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും പെൻസിലും സ്കെയിലും വെച്ചിട്ട് ഒരു വര അങ്ങോട്ട് വരച്ചിടുക. അതായത് ആ ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ആണ് അത് എന്നുള്ള ആ ഒരു ഡിവിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ഓരോ ലൈന്, ഓരോന്നിന്റെ ആൻസേഴ്സ് കഴിയുമ്പോൾ ഓരോ ലൈന് വരച്ചിടുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ പേപ്പറിൽ ഇങ്ങനെ വാരി വലിച്ച് എഴുതാതെ കുറച്ചൊന്നും ഒരു ഓർഡർ ആയിട്ട് നീറ്റ് ആയിട്ട് എഴുതുക. പേപ്പറിന്റെ ഏറ്റവും താഴേക്കുള്ള ലൈൻസിലേക്ക് എഴുതാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ അല്ലെ, ഈ പേപ്പറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയാ ട്രാവൽ അല്ലെങ്കിൽ അവര് മൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ പറ്റി കീറി പോകാനൊക്കെ സാധ്യതയുണ്ട്. സോ പേപ്പറിന്റെ ഏറ്റവും താഴത്തേക്ക്, ആ താഴെയുള്ള 1-2 ലൈൻസിലേക്ക് നിങ്ങൾ ആൻസേഴ്സ് എഴുതണ്ട. ഓക്കെ, അതിന്റെ മേലേക്കുള്ള ലൈൻസിലേക്ക് എഴുതിയാൽ മതി. പേപ്പർ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഹാളിൽ തരുമല്ലോ, അപ്പൊ ആ കിട്ടുന്ന അത്രയും പേപ്പർ വെച്ചിട്ട് എഴുതുക കേട്ടോ. യെസ്, സോ അങ്ങനെ പേപ്പർ തീർന്നു പോലോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷമമൊന്നും നിങ്ങൾക്ക് വെക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റിലേക്കുള്ള ലൈൻസിൽ എഴുതാതിരിക്കുക. പിന്നെ അറ്റങ്ങളിലേക്ക് കൊണ്ടുപോയി എഴുതണ്ട. ഓക്കെ, 4 മൂലയ്ക്കും അധികം കൊണ്ടുപോയിട്ടുണ്ട് എഴുതണ്ട. കാരണം ഈ അറ്റത്തേക്കും ആ അറ്റത്തേക്കും ഒന്നും ഒരുപാട് കൊണ്ടുപോയിട്ട് എഴുതണ്ട. പിന്നെ വേറൊരു കാര്യം മിസ്സിന് പറയാം. യെസ്, അതേപോലെ തന്നെ ചില ആൾക്കാരുണ്ടാവും, ഒരു ആൻസർ കുറച്ചൊരു സൈഡിൽ എഴുതി തുടങ്ങും, അവിടുന്ന് അത് എഴുതി വരുമ്പോഴേക്കും അയ്യോ ഈ ആൻസർ എഴുതിയില്ല എന്ന് ആലോചിച്ചിട്ട് ചിലപ്പോൾ 14ാമത്തെ ആൻസർ എഴുതാൻ വേണ്ടി അവിടെ പോകും. 14ാമത്തെ ആൻസർ പകുതി എഴുതും, അവിടെ വെക്കും, 18ാമത്തെ ആൻസറിലേക്ക് പോകും. ഇങ്ങനെ ചെയ്യരുത്. ഏതെങ്കിലും ഒരു ആൻസർ നിങ്ങൾ അത് എഴുതുന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വേറെ കാര്യം, ത്രെഡ് മിസ്സേ നൂലിന്റെ കാര്യം എന്താണെന്നുള്ളതല്ലേ. എടാ, നൂലിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് നൂലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ പേപ്പർ അല്ലേ നമ്മുടെ കെട്ട് സ്ട്രോങ് ആവാൻ വേണ്ടി വലിച്ചു മുറുക്കിയൊക്കെ അങ്ങോട്ട് കെട്ടിയിട്ട് ആണ് നമ്മൾ കൊടുക്കുക. മക്കളെ, വലിച്ചു മുറുക്കി കെട്ടിക്കോളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ത്രെഡ് അങ്ങനെ മുറുക്കി കെട്ടുന്ന സമയത്ത് എന്ത് ചെയ്യടാ, ഒന്ന് പേപ്പർ ഒന്ന് മറച്ചു നോക്കുക, സുഖമായിട്ട് പേപ്പർ മറയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. കാരണം എക്സാം ഹാളിൽ ടീച്ചേഴ്സിന് ഇത് കിട്ടുന്ന സമയത്ത് മിക്കവാറും നമുക്ക് അല്ലെ പേപ്പറിനകത്ത് ചിലപ്പോൾ ഓട്ടയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതൊക്കെ പെൻസിൽ വെച്ചോ കോമ്പസ് വെച്ചോ ഒക്കെ ഓട്ടയാക്കിയിട്ടായിരിക്കും പേപ്പർ കെട്ടി കൊടുക്കുന്നുണ്ടാവുക അല്ലെ. സോ ആ സമയത്ത് നമ്മൾ എഴുതുന്ന ആൻസറിന്റെ മിക്കവാറും നല്ലൊരു ഭാഗം ഈ പേപ്പർ കെട്ടുന്നതിന്റെ ഇടയിലേക്ക് അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് കിട്ടുന്ന ടീച്ചർ ഇത് മറച്ചു നോക്കുന്ന സമയത്ത് ഇത് മറക്കാൻ പറ്റില്ല, ഇത് ഈ ആൻസർ ഇതിനുള്ളിലായിരിക്കും. അപ്പൊ ടീച്ചർക്ക് ദേഷ്യം വരും അല്ലെ, ചിലപ്പോൾ ഇങ്ങോട്ട് വലിക്കുന്ന സമയത്ത് ആൻസർ പേപ്പർ കീറിപ്പോവും. ഇങ്ങനെ പല സാധ്യതയുണ്ട്. സോ എന്ത് ചെയ്യുക, മാക്സിമം പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുക, നമുക്ക് മറക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഒന്ന് ആ ഒരു വിരൽ ഗ്യാപ്പ് വിട്ടിട്ട്, ഓക്കെ, ആ പേപ്പറിനെ കെട്ടുന്നതിനടക്കം ഒരു ഗ്യാപ്പ് വിട്ടിട്ട്, ഒരു വിരൽ കടക്കാനുള്ള ഗ്യാപ്പ് വിട്ട ശേഷം മേലെ മുറുക്കി 4, 5, 8 കെട്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടുക. നെക്സ്റ്റ്, എത്ര എഴുതണം. എടാ, മാർക്ക് നോക്കുക, മാർക്കിനനുസരിച്ച് എഴുതുക. 8 മാർക്കിന് ഒരു ആൻസർ എത്ര എഴുതണം മിസ്സേ. എടാ, 2 ഫുൾ ഷീറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതുമോ? എഴുതണം. 2 ഫുൾ ഷീറ്റ് എന്ന് പറയുമ്പോൾ 4 സൈഡൊക്കെ വരും. അപ്പൊ മിനിമം അത്രയെങ്കിലും എഴുതണം. നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2 ഫുൾ ഷീറ്റും അടുത്ത 3ാമത്തെ ഷീറ്റിന്റെ പകുതിയൊക്കെ എഴുതി കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി അപ്രീഷിയേറ്റഡ്. നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉറപ്പായിട്ടും കാണാനുണ്ടാവും കേട്ടോ. പിന്നെ വേറൊരു കാര്യടാ, ആവശ്യമില്ലാതെ എന്ത് ചെയ്യരുത്, ഒരു ക്വസ്റ്റ്യന്റെ മേലെ ഒരുപാട് നേരം ചെലവാക്കരുത്. മിക്കവാറും എടാ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആണുള്ളത്. അത് വിചാരിച്ച് നമ്മുടെ ആൻസർ ഷീറ്റിലും അത് ലാസ്റ്റ് ആവണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഏതാണോ അതിന് പ്രിഫറൻസ് കൊടുത്ത് അത് ആദ്യം എഴുതാൻ വേണ്ടി നോക്കുക. കാരണം ഈ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കുമ്പോഴത്തേക്കും അവസാനം നമ്മളടുത്ത് സമയം ഉണ്ടാവില്ല, വെപ്രാളമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനുള്ള ആൻസേഴ്സ് ഒന്നും നമ്മൾ എഴുതില്ല. അപ്പൊ ആ 8 മാർക്ക് വളരെ നന്നായിട്ട് നമുക്ക് ആദ്യത്തെ മണിക്കൂറിൽ അല്ലെ, ഫസ്റ്റ് ആ എക്സാം തുടങ്ങി ആദ്യത്തെ 1 മണിക്കൂറിൽ വേണമെങ്കിൽ ആ 8 മാർക്കിന് ആൻസർ നമുക്ക് കുറച്ച് ചിന്തിച്ച് നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി കഴിയും. പക്ഷെ അതിന് അവസാനത്തേക്ക് വെക്കുമ്പോഴെന്താണ്, നമുക്ക് ഒട്ടും ടൈം ഉണ്ടാവില്ല, വെപ്രാളം പിടിച്ച് 4-3 പോയിന്റ്സ് എഴുതി വെക്കും. അതിന് കറക്റ്റ് മാർക്ക് നമുക്ക് കിട്ടാതെ ആയിപ്പോവും. അപ്പൊ എന്ത് ചെയ്യടാ, അങ്ങനെ ചെയ്യരുത്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ എഴുതി പോകാൻ വേണ്ടി നോക്കുക. ഈ 2 മാർക്കിന്റെ ഒക്കെ നമ്മൾ എത്ര വാരി വിളിച്ച് ചിലപ്പോൾ ആദ്യം 2 മാർക്കിന്റെ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ അര പേജ് ഒക്കെ ചിലപ്പോൾ അറിയാതെ എഴുതി പോകും. പക്ഷെ അതിന് അര പേജ് എഴുതി കഴിഞ്ഞാലും 2 വരെ എഴുതി കഴിഞ്ഞാലും 2 മാർക്കിന് കൂടുതൽ ആ ക്വസ്റ്റ്യന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി എഴുതുക. ഇതൊക്കെ എനിക്ക് പറ്റിപ്പോയിട്ടുള്ള പറ്റുകളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ.
നെക്സ്റ്റ് എടാ ടൈം മാനേജ്മെന്റ്. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ടൈം മാനേജ്മെന്റിനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് ഓർക്കുക. പിന്നെ കൂൾ ഓഫ് ടൈമിന്റെ സമയത്ത് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എഴുതണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഒമിറ്റ് ചെയ്യണം, എഴുതരുത്, വേണ്ട എന്നുള്ളത് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് വെക്കുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, മിസ്സേ സമ്മറി മാത്രം പഠിച്ചാൽ മതിയോന്ന്. സമ്മറി മാത്രം പഠിച്ചാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, സമ്മറി മാത്രം പഠിച്ചാൽ പോരാ. പക്ഷെ സമ്മറി പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സമ്മറി പഠിക്കണം. കാരണം ഓരോ ലെസന്റെ അകത്തും ഓരോ ചാപ്റ്ററിലും എന്താ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമ്മറി എന്തായാലും അറിഞ്ഞിരിക്കണം, സമ്മറി പഠിച്ചിരിക്കണം. സോ സമ്മറി പഠിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, അത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യം, എല്ലാ ഡിസ്കോഴ്സിന്റെയും ഇപ്പൊ നമ്മളെ അല്ലെ ആപ്ലിക്കേഷൻ ഫോം അല്ലെ, ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് CV, അതിന്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെ, അതിന്റെ ഫോർമാറ്റ് പഠിപ്പിച്ചിട്ടുണ്ടാവും. ബ്ലർബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടാവും. ഈ ഫോർമാറ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ഏകദേശം നോക്കി വെക്കുക. ഈ സമ്മറിയും അറിയാന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതാനുള്ള ഒരു കാലിബറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാക്കാം കേട്ടോ. ഇനിയും നിങ്ങൾക്ക് ടെൻഷൻ തോന്നുന്നുണ്ടെന്നാണെങ്കിൽ മക്കളെ, ഇറ്റ് ഈസ് വെരി ഗുഡ്. അതൊരു ഹെൽത്തി ആയിട്ടുള്ള ടെൻഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഒരു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഒട്ടും ടെൻഷൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് അത്ര ആ ഒരു പരീക്ഷനെ എഫക്റ്റീവ് ആയിട്ട് കാണാൻ പറ്റില്ല. എന്ന് വിചാരിച്ച് പേടിച്ച് വിറച്ച് പോവരുത്, അങ്ങനെയും പോവരുത് കേട്ടോ. എന്താ ചെയ്യാ, കൂളായിട്ട് പോവാ. എന്താ പറയാ, ലേശം ഒരു പേടിയൊക്കെ ഉണ്ടാവും, അത് സാരമില്ല, അത് നോർമലാണ്, എല്ലാവർക്കും ഉള്ളത് തന്നെയാണെന്നുള്ളത് ഉറപ്പിക്കുക. എനിക്കും പേടിയുണ്ടായിരുന്നു. എല്ലാവരും പരീക്ഷ ആരൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെ എല്ലാവർക്കും പേടിയുണ്ടാവും കേട്ടോ. പിന്നെ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടതുള്ളത്, അതിപ്പോ ഓരോരുത്തർ വിശ്വാസമാണ്. പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പ്രാർത്ഥിക്കാം. ഇനി ചിലരുണ്ടാവും മിസ്സേ ഞാൻ പ്രാർത്ഥിക്കാറില്ല, ഓക്കെ ഫൈൻ, പ്രാർത്ഥിക്കണ്ട. എന്നാലും മനസ്സിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, എന്റെ പേപ്പർ നല്ലൊരു ടീച്ചറിന്റെ കയ്യിൽ കിട്ടണം, മാർക്കൊക്കെ ഒരുപാട് കിട്ടുന്ന അല്ലെ തരുന്ന ഒരു ടീച്ചറുടെ കയ്യിൽ കിട്ടണമെന്നും, അതേപോലെ തന്നെ ആ ടീച്ചർ നല്ലൊരു മൂഡിലിരിക്കുന്ന സമയത്ത് അല്ലെ, ടീച്ചർ എന്തെങ്കിലും മാനസിക വിഷമത്തിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആൻസർ ഷീറ്റ് നോക്കുമ്പോഴും അതിന്റെ ഒരു റിഫ്ലക്ഷൻ അതിൽ വന്നു പോയാലോ. സോ നമുക്ക് പ്രാർത്ഥിക്കാലോ അല്ലെ, നമ്മുടെ ആൻസേഴ്സ് നല്ലതാവാൻ വേണ്ടിയിട്ടും. പിന്നെ എന്താണ് അല്ലെ, ആൻസർ ഷീറ്റിന് ഒരു കേടുപാടും പറ്റാതെ അത് അവിടെ എത്താനും നല്ല രീതിയിൽ നമുക്ക് മാർക്ക് കിട്ടാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ എക്സാമിൽ പോയിക്കോളൂ. ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. സോ അവർക്കും എല്ലാ പ്രാർത്ഥനയും, എല്ലാ മക്കൾക്കും ഞങ്ങളുടെ എല്ലാ പ്രേയേഴ്സും ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ വിജയമാണ് നമ്മളുടെയും വിജയം. സോ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പരീക്ഷ എഴുതാട്ടോടാ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.